വാക്കും വാളും. ഒരിക്കലൊരു രാജാവും സൈനികനും കൂടെ വേട്ടയാടാൻ പോയി. ഇരയുടെ പിന്നാലെ ഓടിത്തളർന്ന രാജാവും സൈനികനും ഒരു വൃക്ഷത്തണലിൽ ഇരുന്നു. രാജാവ് സൈനികനോട് എവിടെ നിന്നെങ്കിലും അല്പം വെള്ളം കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ചോദിച്ചു. സൈനികൻ പല സ്ഥലങ്ങളിലും വെള്ളം അന്വേഷിച്ചു, എങ്കിലും ലഭിച്ചില്ല. അവസാനം ഒരു ആശ്രമത്തിൽ എത്തിച്ചേർന്നു. അവിടെ ഉണ്ടായിരുന്ന സന്യാസി അന്ധനായിരുന്നു. സൈനികൻ സന്യാസിയോട് പറഞ്ഞു, എടോ അന്ധനായി കിഴവാ, രാജാവിന് കുടിക്കാൻ കുറച്ച് വെള്ളം തരൂ. സന്യാസി പറഞ്ഞു, ഇവിടെ നിനക്ക് തരാൻ വെള്ളമില്ല. സൈനികൻ മടങ്ങി ചെന്ന് രാജാവിനെ വിവരം അറിയിച്ചു. രാജാവ് ആശ്രമത്തിലേക്ക് വന്നു. അദ്ദേഹം സന്യാസിയോട് പറഞ്ഞു, മഹാത്മാൻ, കുടിപ്പാൻ അല്പം വെള്ളം തരുമോ? സന്യാസി പറഞ്ഞു, നിശ്ചയമായിട്ടും, ഇവിടെ ആവശ്യത്തിന് വെള്ളമുണ്ട്. സന്യാസി കൊടുത്ത വെള്ളം രാജാവ് കുടിച്ചു. എന്നിട്ട് രാജാവ് ചോദിച്ചു, അല്ലയോ മഹാത്മൻ, സൈനികൻ വന്നപ്പോൾ അങ്ങ് വെള്ളം നൽകാത്തത് എന്തുകൊണ്ടാണ്? സന്യാസി പറഞ്ഞു, അവൻ്റെ വാക്കുകളാണ് അവന് വെള്ളം ലഭിക്കുന്നതിന് തടസ്സമായത്. അങ്ങനെ സംസാരിക്കുന്നവർക്ക് ഞാനെന്നല്ല ആരും തന്നെ വെള്ളം നൽകില്ല. നമ്മുടെ സംസാരം വളരെ ശ്രദ്ധാപൂർവ്വം ഉപയോഗിക്കേണ്ടതാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ പലപ്പോഴും നാം അങ്ങനെയല്ലല്ലോ. കത്തി കൊണ്ടുണ്ടാക്കുന്ന മുറിവിനേക്കാൾ ആഴത്തിൽ മുറിവേൽക്കാൻ ശക്തിയുള്ളതാണ് വാക്കുകൾ. കത്തി കൊണ്ടുള്ള മുറിവുകൾ വേഗത്തിൽ ഉണങ്ങും. വാക്കുകൾ ഉണ്ടാക്കുന്ന മുറിവുകൾ അനേക വർഷങ്ങളായാലും ഉണങ്ങാതെ ബ്ലീഡ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ ചിലരുടെ വാക്കുകൾ മുറിവുകൾക്ക് നല്ല ഓയിൻമെൻ്റ് എന്ന പോലെയാണ്. ആശയവിനിമയത്തിന് നാം ഉപയോഗിക്കുന്ന വാക്കുകളുടെ ശക്തിയും സ്വാധീനവും നമ്മുടെ ചിന്തയ്ക്ക് അതീതമാണ്. വേദന അനുഭവിക്കുന്ന ഒരാളെ സ്വാന്തനപ്പെടുത്തുവാൻ നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. ശത്രുവിനെ മിത്രമാക്കുവാനും മിത്രത്തെ ശത്രുവാക്കുവാനും വാക്കുകൾ സാധിക്കും. ഒരുവൻ പറയുന്നത് സത്യമായതുകൊണ്ട് മാത്രം ആരും അത് സ്വീകരിക്കണമെന്നില്ല. പറയേണ്ടതുപോലെ പറഞ്ഞില്ലെങ്കിൽ സത്യവും നിഷേധിക്കപ്പെടും. ഒരു കുഞ്ഞിനോട് വാട എവിടെ എന്ന് പറയുന്നത് മോനെ ഇങ്ങോട്ടൊന്ന് വന്നേ എന്ന് പറയുന്നത് തമ്മിൽ എത്ര വലിയ വ്യത്യാസമാണ് കുഞ്ഞിന് അനുഭവപ്പെടുക. ചില വാക്കുകൾക്ക് ഹൃദയത്തെ അഗാധമായി സ്പർശിക്കുവാനും ജീവിതത്തെ ആകമാനം രൂപാന്തരപ്പെടുത്തുവാനും കഴിയും. എന്നാൽ ജീവിതത്തെ തകർത്തു കളയുന്ന വാക്കുകളുമുണ്ട്. യുദ്ധങ്ങൾ ഉണ്ടാക്കുവാനും സമാധാനം സ്ഥാപിക്കുവാനും വാക്കുകൾ ശക്തമാണ്. എന്നാൽ ആ വാക്കുകൾ നാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രസക്തം. ഇവിടെ നമ്മുടെ വാക്കുകൾ അതിസൂക്ഷ്മതയോടെ ഉപയോഗപ്പെടുത്തേണ്ടതായ ആവശ്യകത വെളിപ്പെടുത്തുന്നു. വാക്കുകൾ വാളുകളാകാം. ഇംഗ്ലീഷിൽ 2 വാക്കുകളുടെയും സ്പെല്ലിംഗ് ഒന്ന് തന്നെയാണ്, വേർഡ്സ് എന്നും സ്വേർഡ് എന്നും. അക്ഷരങ്ങളുടെ ക്രമത്തിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രം. വേർഡ്സ് എന്നതിൻ്റെ അവസാന അക്ഷരം ആദ്യം വരുമ്പോൾ വാക്കുകളായി രൂപാന്തരപ്പെടും. ഏതൊരു വാക്കിൻ്റെയും പ്രയോഗത്തിൽ ഇത് സത്യമാണ്. ആകിയാൽ നമ്മുടെ വാക്കുകൾ വാളുകളാകാതിരിക്കാൻ അവയെ നമുക്ക് ശ്രദ്ധയോടെ ഉപയോഗിക്കാം. ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു. മനസ്സിനും മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ. തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ.